നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ കാശ്മീരിലെ ദാൽ തടാകത്തിലൂടെ ഒരു ശിക്കാരി ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ദാൽ തടാകം നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു ശിക്കാര ബോട്ടിൽ 4 പേരെയാണ് അവർ യാത്രക്കാരായിട്ട് അനുവദിക്കുന്നത്. നിരവധി യാത്രക്കാർ ഒരുപക്ഷെ ദാൽ തടാകത്തിൽ നമുക്ക് പെട്ടെന്ന് എണ്ണി തീർക്കാൻ കഴിയാത്തത്ര ബോട്ടുകൾ ഈ ദാൽ തടാകത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വ്യക്തി തുഴഞ്ഞാണ് ഈ ബോട്ട് പോകുന്നത്. സത്യത്തിൽ കാശ്മീരിൽ എത്തുന്ന നമ്മൾ ഈ ശിക്കാര റൈഡ് തീർച്ചയായിട്ടും നടത്തുക. കാശ്മീർ യാത്രയുടെ ഒരു ഭാഗം തന്നെയാണ് ശിക്കാര റൈഡ്. നോർമൽ പാക്കേജിൽ 1 മണിക്കൂറാണ് ഈ റൈഡ് കിട്ടുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടാൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഈ തടാകത്തിലൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകാൻ കഴിയും. ഈ തടാകത്തിൻ്റെ ഇരുകരകളിലും ധാരാളം ഹൗസ് ബോട്ടുകൾ അടുപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതല്ല. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇതൊന്നും യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതല്ല, മറിച്ച് ഗസ്റ്റുകൾക്ക് താമസിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന ബോട്ടുകളാണ്. സ്വദേശികളും വിദേശികളുമായി നിരവധി ആൾക്കാർ ഈ ദാൽ തടാകത്തിലൂടെ നിരവധി യാത്രകൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ചെറുകിട ബിസിനസ്സുകാരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. വള്ളത്തിലൂടെ വന്ന് ചായ, കോഫി തുടങ്ങിയ സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്. ഒത്തിരി ബോട്ടുകൾ നമ്മുടെ ചുറ്റിനും, ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ശിക്കാര ബോട്ടിന് ചുറ്റുമായിട്ട് ഒത്തിരി വള്ളങ്ങൾ നമുക്ക് കാണാൻ കഴിയും, ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു യാത്രയാണ് ഈ ദാൽ തടാകം നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ദാൽ തടാകത്തിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.